എപ്പോഴാണ് ശരിക്കും ഒരു രോഗിക്ക് ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരുന്നത്? അല്ലെങ്കിൽ രോഗിയുടെ ഏത് അവസ്ഥയിലാണ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ക്യാൻസർ പോലെയുള്ള ഈ രോഗത്തിൽ ഈ തുടക്കം, ഈ ക്യാൻസർ കണ്ടെത്തി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പാലിയേറ്റീവ് കെയറിന്റെ ഒരു ആവശ്യം അങ്ങനെയാണോ വേണ്ടത്? ക്യാൻസർ നിർണ്ണയിക്കപ്പെടുന്ന ആ ഘട്ടത്തില് ആ ഒരു ഡയഗ്നോസിസ് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും പലവർക്കും ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതില് ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വളരെ വലുതാണ്. ഈവൻ ആ ട്രീറ്റ്മെന്റിനോട് ഒരു ആക്സെപ്റ്റൻസ് വരാനും ഡിസീസ് ആയിട്ട് കോപ്പ് ചെയ്യാനും. പിന്നെ ഈ പാലിയേറ്റീവ് കെയറിൽ നമ്മളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പേഷ്യന്റിനെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഫാമിലിയെയും കൂടി ഇതിന്റെ ഒപ്പം കൊണ്ടുവന്ന് ആ ട്രീറ്റ്മെന്റ് രീതിയിൽ കൂടി അവരുടെ ജീവിത നിലവാരം കൂട്ടാനാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് സഹായിക്കുന്നത്.